ഇപ്പം ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം പറയണമെങ്കിൽ നൃത്തത്തിലാണെങ്കിൽ കൂടി ചേച്ചി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം മറ്റൊരാളുടെ ഡയറക്ഷനിൽ അഭിനയിക്കുക നല്ല സുഖമുണ്ട്. വിഷ്ണു പറയുണ്ടായി സിനിമ ഷൂട്ടിങ്, അതായത് ചേച്ചിയുടെ ഭാഗം തുടങ്ങുന്ന ആദ്യത്തെ 2 ദിവസം വിഷ്ണു ചേച്ചിയുടെ കണ്ണിൽ പെടാതെ മാറി നടക്കുമായിരുന്നു. അങ്ങനെയായിരുന്നോ എന്ന് പറയുന്നു. അതായത് വിഷ്ണു പറയാണ് ശരിക്കും 2 ദിവസം ഞാൻ മാമിന്റെ കണ്ണിൽ പെടാതെ നടന്നു. കാരണം അത്രയും നാളത്തെ ഒരു സ്ട്രഗിൾ ആണല്ലോ വിഷ്ണുവിന്റെ ചേച്ചീനെ സിനിമയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ പറഞ്ഞ കാര്യം ഈ സിനിമയുടെ ട്രെയിലർ കണ്ടുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നല്ല നല്ല കോസ്റ്റ്യൂംസ് ആണ് ചേച്ചിയുടെ, അതെല്ലാം സെലക്ഷൻ ചേച്ചി തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അത് അങ്ങനെ? അങ്ങനെ ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസത്തിനുള്ളിൽ നമ്മൾ എന്താ പറയുക, ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല ഇത് ഫിക്സ് ചെയ്യാൻ. അപ്പോൾ പിന്നെ ഇനി ഒരാളെ വെച്ച് കൺസൾട്ട് ചെയ്ത് എൻ്റെ അപ്രൂവൽ ഞാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് പോയി എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് പോയി. അങ്ങനെയാണ് ചെയ്തത്, ഈസി ആക്കി കൊടുക്കുക ഞാൻ ചെയ്തത്. ലക്ഷ്മിയിൽ എത്രത്തോളം മേതിൽ ദേവിക ഉണ്ടാവും? ആരാ ലക്ഷ്മി? ഞാൻ ആ സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. ചേച്ചിയുടെ കഥാപാത്രത്തിന്റെ പേര് ലക്ഷ്മി എന്നല്ലേ? അല്ല, ഞാൻ സംവിധായകരുടെ അനുവാദം ചോദിച്ചിരുന്നു. ലക്ഷ്മി പേര് പറഞ്ഞോട്ടെ, പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ലക്ഷ്മിയിൽ എത്ര ഞാനുണ്ടോന്നോ ആകെ അറിഞ്ഞൂടാ. അവിടെ ഇവിടെ ഒക്കെ ചിലപ്പോ കാണും. എന്താണിത് അവിടെ ഇവിടെ പറയും ചിലപ്പം കാണും. ഞാനോന്നല്ലല്ലോ, ഒരു അങ്ങനത്തെ ഒരു സ്ത്രീയാണ് അവര്. ഫുള്ളി എനിക്ക് ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പം ചില കഥാപാത്രങ്ങൾ നമ്മുടെ ആത്മാംശം ഉണ്ടാവും പറയാറില്ലേ? അങ്ങനെ ഒരു അംശമൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഞങ്ങളുടെ സേവിക ചേച്ചി അല്ല, ഇത് നിഖിലയുടെ അടുത്തിരുന്ന് ഈ അതൊന്നും എന്റെ അല്ല, ഇതൊന്നും എന്റെ അല്ല. നിഖിലയുടെ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് കൂടിയതാണ്. നമ്മൾ അത്ര എത്തില്ല ചേച്ചി തക്കിൽ. എന്റെ ദൈവമേ.